കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 6 സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം എക്സാം ആണല്ലേ. ശ്രദ്ധയോടെ ഇരിക്കുക, എല്ലാം നല്ലതുപോലെ പഠിക്കാനായിട്ട് കഴിയും. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എല്ലാ വീഡിയോസും കറക്റ്റ് സമയത്തിന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. 1-ാമത്തെ യൂണിറ്റിൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. മധ്യകാല ഇന്ത്യ, അധികാര കേന്ദ്രങ്ങൾ. മിഡീവൽ ഇന്ത്യ, ദ സെന്റേഴ്സ് ഓഫ് പവർ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ്, മിഡീവൽ പീരീഡ്, മധ്യകാലഘട്ടം ഏതു മുതൽ ഏതുവരെ? CE 8 മുതൽ 8-ാം നൂറ്റാണ്ട് മുതൽ 18 വരെ. CE 8th century and 18th century. ഓക്കെ, CE 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയാണ് ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ദ പീരീഡ് ബിറ്റ്വീൻ CE 8th century and 18th century, 8 and 18th century വരെയാണ് എന്താ മിഡീവൽ, മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്. അത് തെറ്റിക്കില്ലല്ലോ. മധ്യകാലഘട്ടം CE 8 മുതൽ CE 18 വരെ. ഇനി ഡൽഹി അധികാര കേന്ദ്രത്തിൽ വരെയാണ്. CE 8 മുതൽ എന്ന് ടീച്ചർ പറഞ്ഞു. CE 8 മുതൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അപ്പോൾ ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമാകുന്നത് തൊമര രാജാക്കന്മാരുടെ കാലത്താണ്. ആരാണ്? തൊമർ കിങ്സ്. തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായിട്ട് മാറുന്നത്. ഡൽഹിയുടെ ആ കാലത്തുള്ള പേരാണ് ദില്ലിക. എന്താ? ദില്ലിക എന്ന് പറയുന്നത് ആരുടെ പേരായിരുന്നു? ഡൽഹിയുടെ പേരായിരുന്നു. ഡൽഹിയുടെ തൊമര രാജാക്കന്മാരുടെ കാലത്തുള്ള പേരെന്താ? ദില്ലിക. അപ്പോൾ ഡൽഹി അധികാര കേന്ദ്രമാക്കിയ ആദ്യത്തെ രാജാക്കന്മാർ ആരാ? തൊമര രാജാക്കന്മാർ, തൊമർ കിങ്സ്. ഡൽഹിയുടെ പഴയ പേരാണ് ദില്ലിക. എന്താ? ദില്ലിക. എന്താണ് രജപുത്രർ? തൊമർ എന്ന് പറഞ്ഞാൽ എന്താണ്? രജപുത്രനാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് രജപുത്രർ എന്ന് നോക്കാം. മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്താൽ മധ്യ മുതൽ മുകളിലോട്ട്, മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്രർ. മനസ്സിലായല്ലോ? ഇന്ത്യയുടെ മധ്യ ഇന്ത്യയുടെ മുകളിലൂടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരെ എന്തെന്നാണ് അറിയപ്പെട്ടത്? അത് രജപുത്രർ. അവരിൽ പ്രധാനികളായിരുന്നു ചൊമരന്മാരും ചൗഹാന്മാരും. അപ്പൊ രജപുത്രരിൽ പ്രധാനപ്പെട്ടവർ ആരൊക്കെയായിരുന്നു? തൊമരർ, ചൗഹാൻ. ആരൊക്കെയാണ്? തോമസ് ആൻഡ് ചൗഹാൻസ്. ഇവരായിരുന്നു എന്താ? രാജ്പുട്സ്. ഈ രജപുത്രരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർ, പ്രധാനികൾ. ഇത് നിങ്ങൾ ഓർമ്മിച്ചിരുന്നാൽ മതി, ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. തൊമരന്മാരും ചൗഹാന്മാരും, തോമസ് ആൻഡ് ചൗഹാൻസ്. എന്താ? രാജ്പുട്സ്. രജപുത്രന്മാർ ആരായിരുന്നു? തോമസ് ആൻഡ് ചൗഹാൻസ്. ഓക്കെ, ഇത് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുവാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മധ്യകാലഘട്ടം CE 8 മുതൽ CE 18 വരെ അത് മനസ്സിലായി. ഡൽഹി അധികാരത്തിൽ വരുന്നത്
തോമര രാജാക്കന്മാർ, തോമർ കിങ്സിന്റെ സമയത്താണ് ഡൽഹി അധികാരത്തിൽ വരുന്നത്. ഡൽഹിയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ദില്ലിക. അതും ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഓക്കെ. രജപുത്രൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? തോമര ചൗഹാൻസ്. അവരെന്താണ്? ക്ഷത്രിയക്കാരാണ്. ഓക്കെ. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം ഈ ഡൽഹിയിൽ വന്ന, അത് കഴിഞ്ഞിട്ട് വന്നതാണ് മംലൂക്ക് വംശം, അതായത് അടിമ വംശം. മംലൂക്ക് ഡാൻസിറ്റി, സ്ലേവ് ഡാൻസിറ്റി എന്നും പേരുണ്ട്. സ്ലേവ് ഡാൻസിറ്റി എന്നും മംലൂക്ക് ഡാൻസിറ്റി എന്നും പേരുണ്ട്. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. മംലൂക്ക് അല്ലെങ്കിൽ സ്ലേവ്, മംലൂക്ക് അല്ലെങ്കിൽ അടിമ വംശം. അവിടുത്തെ ആദ്യത്തെ രാജാവ് ആരായിരുന്നു? കുത്തബ്ദീൻ ഐബക്ക്. രണ്ടാമതാരായിരുന്നു? ഇൽത്തുമിഷ്. മൂന്നാമതാരായിരുന്നു? ബാൽബൻ. ആദ്യം കുത്തബ്ദീൻ ഐബക്ക്, രണ്ടാമത് ഇൽത്തുമിഷ്, മൂന്നാമത് ബാൽബൻ. ഓക്കെ. അപ്പോൾ മംലൂക്ക് വംശം, അടിമ വംശത്തിലെ ആദ്യത്തെ രാജാവ് കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, എന്നിട്ട് ബാൽബൻ. ഓക്കെ. മംലൂക്ക് കഴിഞ്ഞാൽ ആരാണ്? ഖൽജിയാണ് വന്നത്. ഖൽജി. മംലൂക്ക് കഴിഞ്ഞാൽ ഖൽജി, ഖൽജി ഡാൻസിറ്റി. അവിടുത്തെ പ്രധാന രാജാവ് അലാവുദ്ദീൻ ഖൽജി. അലാവുദ്ദീൻ ഖൽജിയാണ്. ഓക്കെ. ഖൽജി കഴിഞ്ഞാൽ തുഗ്ലക്. ഖൽജി കഴിഞ്ഞാൽ തുഗ്ലക്. തുഗ്ലക്കിൽ ആരൊക്കെയാണ്? ആദ്യത്തെ രാജാവ് മുഹമ്മദ് ബിൻ തുഗ്ലക്, രണ്ടാമത് ഫിറോസ് ഷാ തുഗ്ലക്. ആദ്യത്തേത് മുഹമ്മദ് ബിൻ, രണ്ടാമത്തേത് ഫിറോസ് ഷാ. ആദ്യത്തേത് മുഹമ്മദ് ബിൻ, രണ്ടാമത്തേത് ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ. നാലാമത്തേത് സയ്യിദ്. നാലാമത്തേത് സയ്യിദ്. സയ്യിദിൽ ഒരാളുണ്ടായിരുന്നു, കിസിർ ഖാൻ. ആരാ? കിസിർ ഖാൻ. കിസിർ ഖാൻ. അഞ്ചാമത്തത് ലോധി വംശം, അത് ഇബ്രാഹിം ലോധി. ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ആദ്യം വന്നത് മംലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശം, സ്ലേവ് ഡാൻസിറ്റി. രണ്ടാമത് വന്നത് ഖൽജി. മൂന്നാമത് തുഗ്ലക്. നാലാമത് സയ്യിദ്. അഞ്ചാമത് ലോധി. 5 ഡാൻസിറ്റി, 5 വംശക്കാർ രാജ്യം ഭരിക്കാനായിട്ട് ഡൽഹി അധികാര കേന്ദ്രമാക്കി ഭരിച്ചു. ഓക്കെ. മംലൂക്ക് വംശത്തിൽ ആദ്യത്തെ രാജാവ് കുത്തബ്ദീൻ ഐബക്ക്, രണ്ടാമത്തേത് ഇൽത്തുമിഷ്, മൂന്നാമത്തേത് ബാൽബൻ. ഖൽജിയിൽ അലാവുദ്ദീൻ ഖൽജി. തുഗ്ലക്കിൽ 2 പേരുണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്. സയ്യിദിൽ കിസിർ ഖാൻ, ലോധിയിൽ ഇബ്രാഹിം ലോധി. ഇനി നമുക്ക് മുന്നിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, മംലൂക്ക് വംശം, അതായത് അടിമ വംശം. മംലൂക്ക് ഡാൻസിറ്റി, സ്ലേവ് ഡാൻസിറ്റി. ഓക്കെ. സ്ലേവ് ഡാൻസിറ്റി ആണ് മംലൂക്ക് വംശം, അടിമ വംശം. ആദ്യത്തെ രാജാവ് ആരായിരുന്നു? കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത് ആരായിരുന്നു? ഇൽത്തുമിഷ്. മൂന്നാമത്തേത് ആരായിരുന്നു? ബാൽബൻ. കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ. തെറ്റില്ലല്ലോ? കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ. ഓക്കെ. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം വന്ന രാജാവ് ഇൽത്തുമിഷ്, ഇൽത്തുമിഷിന് ശേഷം ബാൽബൻ. മാലുക് വംശത്തിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഡൽഹി ആദ്യമായിട്ട് അധികാരികളായത് ആരാ? തോമര രാജാക്കന്മാർ, രജപുത്രരായ തോമര രാജാക്കന്മാർ. തോമര രാജാക്കന്മാരെ തുടർന്നിട്ട് രജപുത്രരായ ചൗഹാൻ. ഓക്കെ. ആദ്യം തോമരർ, എന്നിട്ട് ചൗഹാൻ. ഫോളോയിങ് ദ തോമാസ്, ദ ചൗഹാൻ ഡാൻസിറ്റി റൂൾ ഡൽഹി. ഡൽഹി റൂൾ ചെയ്തത് തോമാസിന് ശേഷം ഡൽഹി റൂൾ ചെയ്തത് ചൗഹാൻ. ഓക്കെ. ചൗഹാൻ വംശത്തിൽ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഈ ചൗഹാൻ വംശത്തിൽ അവസാനത്തെ ഭരണാധികാരി ആരാ? പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തെ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി മുഹമ്മദ് എന്ന് പറയുന്ന രാജാവ് എന്ത് ചെയ്തു? ആധിപത്യം ഉറപ്പിച്ചു. മുഹമ്മദ്. ഓക്കെ. മുഹമ്മദ്. ഈ മുഹമ്മദിന്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്ക് ആരുടെ സേനാനായകനായിരുന്നു? മുഹമ്മദിന്റെ. കോറിലെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, അന്ന് കോർ എന്നാണ് പറഞ്ഞിരുന്നത്. കോർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ. അവിടുത്തെ മുഹമ്മദാണ് ഈ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഡൽഹി പിടിച്ചെടുത്തു. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഡൽഹി അധികാര കേന്ദ്രമാക്കിയത് തൊമരയാണ്. തൊമര കഴിഞ്ഞ് അടുത്ത ക്ഷത്രിയ വർഗ്ഗക്കാർ ചൗഹാൻ എന്ത് ചെയ്തു? റൂൾ ചെയ്യാൻ തുടങ്ങി. ആ ചൗഹാനിലെ രാജാവായിരുന്നു, അവസാന രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി കോറിലെ മുഹമ്മദ് എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഈ മുഹമ്മദിന്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. മനസ്സിലായോ? പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് ദ ചൗഹാൻ. അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ചൗഹാന്റെ അവസാന രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരി
പൃഥ്വിരാജ് ചൗഹാൻ. രാജ്പുത് രജപുത്രന്മാർ ആരായിരിക്കുന്നു? തൊമര രാജാക്കന്മാരും ചൗഹാൻസും. ഓക്കെ, അങ്ങനെ ഡൽഹിയിൽ മുഹമ്മദ് വന്നു, ആധിപത്യം ഉറപ്പിച്ചു. മുഹമ്മദിന് കാലശേഷം അദ്ദേഹത്തിൻ്റെ സേനാനായകനായ കുത്തബ്ദീൻ ഐബക്ക് എന്തായി? രാജാവായി. ഓക്കെ, അതാണ് പറഞ്ഞത് മംലൂക്ക് ഡാൻസിറ്റി, അടിമവംശം സ്ലേവ് ഡാൻസിറ്റിയിലെ ആദ്യത്തെ ആൾ ആരായിരുന്നു? കുത്തബ്ദീൻ ഐബക്ക്. അങ്ങനെയാണ് എങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഈ മംലൂക്ക് വംശത്തിൻ്റെ ആദ്യത്തെ ആളാരാ? കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീന് ശേഷം ആരായിരുന്നു? ഇൽത്തുമിഷിന് ശേഷം ആരായിരുന്നു? ബാൽബൻ. ഓർമ്മയുണ്ടല്ലോ, ഇൽത്തുമിഷ് വാസ് ദ റൂളർ ഹു അസ്യൂംഡ് പവർ ആഫ്റ്റർ കുത്തബ്ദീന് ശേഷം വന്ന ആള് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ പ്രത്യേകത എന്താ? മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ ഈ 3 പ്രദേശങ്ങൾ കീഴടക്കിയത് ഇൽത്തുമിഷ് ആയിരുന്നു. ഇനി മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. നാണയ വ്യവസ്ഥ തങ്ക ജിതൽ ഇതായിരുന്നു നാണയം. ഇതാ ഇവിടെയുണ്ട് കണ്ടോ, തങ്ക ജിതൽ. ഇതെന്താണ്? നാണയങ്ങളാണ്. ആര് കൊണ്ടുവന്നതാണ്? ഇൽത്തുമിഷ് കൊണ്ടുവന്നതാണ്. ആദ്യത്തെ നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാ? ഇൽത്തുമിഷ്. കുത്തബ്ദീന് ശേഷം വന്നത് ഇൽത്തുമിഷ് ആയിരുന്നു. ഇൽത്തുമിഷ് പിടിച്ചടക്കിയ പ്രദേശങ്ങളാണ് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ. എന്നിട്ടെന്താ? യൂണിഫോം മോണിറ്ററി സിസ്റ്റം കൊണ്ടുവന്നു. ഏകീകൃത നാണയ വ്യവസ്ഥ. യൂണിഫോം മോണിറ്ററി സിസ്റ്റം കൊണ്ടുവന്നത് ആരാ? ഇൽത്തുമിഷ്. തങ്ക ആൻഡ് ജിതൽ വേർ ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് കോയിൻ. അയാൾ കൊണ്ടുവന്ന ഈ ഇൽത്തുമിഷ് കൊണ്ടുവന്ന കോയിൻസ് ആണ് തങ്കയും ജിത്തലും. ഓക്കെ, തങ്ക, ജിതൽ ഇവ എന്താണ്? കോയിൻസ് ആണ്. ആര് കൊണ്ടുവന്നതാണ്? ഇൽത്തുമിഷ്. തെറ്റില്ലല്ലോ. ഇപ്പൊ ലാഹോറും ബംഗാളും മുൾട്ടാനൊക്കെ പിടിച്ചടക്കിയത് ആരാ? ഇൽത്തുമിഷ്. കുത്തബ്ദീന് ശേഷം വന്നതാണ് ഇൽത്തുമിഷ്. മുഹമ്മദിന്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചൗഹാന്റെ അവസാന രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. തോമറിന് ശേഷം ചൗഹാൻ വന്നു. ചൗഹാന്റെ അവസാന രാജാവ് പൃഥ്വിരാജ് ചൗഹാനും ഖോറിലെ മുഹമ്മദ് എന്ത് ചെയ്തു? തോൽപ്പിച്ചു. മുഹമ്മദിന്റെ സേനാനായകനായിരുന്ന കുത്തബ്ദീൻ എന്ത് ചെയ്തു? മുഹമ്മദിന് ശേഷം രാജാവായി. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം ഇൽത്തുമിഷിന് ശേഷം ആരാ? ബാൽബൻ. ഓക്കെ, ഇതിനിടയിൽ ഒരാളുണ്ട്. ഇൽത്തുമിഷിന്റെ മകളാണ് സുൽത്താന റസിയ. എന്താ? സുൽത്താന റസിയ ഭരണത്തിൽ വന്നു. ഏക വനിതാ ഭരണാധികാരി. പക്ഷെ എന്ത് ചെയ്തു? അധികാരം നഷ്ടപ്പെട്ടു. അവിടെ ചില പ്രഭുക്കന്മാർ എതിരായതോടുകൂടി സുൽത്താന റസിയയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. സുൽത്താന റസിയ ഈ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു. ഇൽത്തുമിഷിന്റെ മകളായ സുൽത്താന റസിയയ്ക്കാണ് അധികാരം കിട്ടേണ്ടത്. ഏക വനിതാ ഭരണാധികാരിയും സുൽത്താന റസിയയായിരുന്നു കേട്ടോ. ഏക വനിതാ ഭരണാധികാരിയും സുൽത്താന റസിയയായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ only woman ruler of the Delhi Sultanate ആരാ? സുൽത്താന റസിയ. ഓക്കെ, എന്നാൽ റസിയയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നതാണ് ആരാ? ബാൽബൻ. രണ്ടാമത്തെ വംശം ഏതാ? മംലൂക്ക് വംശം. സ്ലേവ് ഡാൻസിറ്റി കഴിഞ്ഞു. ഖൽജി വംശം. ആരാ? ഖൽജി വംശത്തിലെ ഏക ഭരണാധികാരി ആരാ? അലാവുദ്ദീൻ ഖിൽജി. ആരാ? ഖൽജി ഡാൻസിറ്റിയിലെ ഒരേ ഒരു രാജാവ് ആരാ? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കല്ല, അലാവുദ്ദീൻ ഖൽജി. ഓക്കെ, അലാവുദ്ദീൻ ഖൽജി നോക്കാം. അലാവുദ്ദീൻ ഖൽജി ഗുജറാത്താണ് അങ്ങ് ആദ്യം കീഴടക്കിയത്. ഇവിടെ വന്ന് എന്ത് ചെയ്തു? ഗുജറാത്ത്, ലാഹോറും ബംഗാളും ഒക്കെ നമ്മുടെ ഇൽത്തുമിഷ് കൈക്കലാക്കി. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ എന്തായത്? നമ്മുടെ ആര് വന്നു? അലാവുദ്ദീൻ ഖിൽജി വന്ന് ഗുജറാത്താണ് ആദ്യം കീഴടക്കിയത്. കാരണം എന്താ? ഗുജറാത്ത് നിറച്ച് തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ തുറമുഖങ്ങൾ എന്ത് ചെയ്തു? ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ എന്ത് ചെയ്തു? ഇറക്കുമതി ചെയ്തു. ഹി കുഡ് ഇമ്പോർട്ട് ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ് ത്രൂ ദീസ് പോർട്സ്. ഈ അലാവുദ്ദീൻ ഖിൽജി ആദ്യം ഗുജറാത്ത് പിടിച്ചെടുത്തു. ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് റീജിയൻ ദാറ്റ് കെയിം അണ്ടർ ഹിസ് കൺട്രോൾ. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ വന്ന, ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിൽ വന്ന ആദ്യത്തെ സ്ഥലം ഏതാ? ഗുജറാത്ത് ആയിരുന്നു. ആദ്യത്തെ പ്രദേശം ഗുജറാത്ത് ആയിരുന്നു.
ഈ ഗുജറാത്തിൽ വന്നപ്പോൾ പിടിച്ചെടുത്തപ്പോൾ ഗുജറാത്തിലെ സീ പോർട്ട്സ് തുറമുഖങ്ങളിൽ എന്ത് ചെയ്തു? അണ്ടർ ദ കൺട്രോൾ ഓഫ് അലാവുദ്ദീൻ ഖിൽജിയുടെ കീഴിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ഇറാഖിൽ നിന്ന് ഫൈൻ ഹോഴ്സിനെ ഇമ്പോർട്ട് ഫൈൻ കോഴ്സ് മികച്ച ഇനം കുതിരകൾ ഇറക്കുമതി ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? സൈന്യത്തിന് കുതിര വേണ്ടേ? യെസ്, ഇങ്ങനെ കുതിരകളെ എന്ത് ചെയ്തു? ഇറക്കുമതി ചെയ്തു. അങ്ങനെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. അങ്ങനെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറ് ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഈ അലാവുദ്ദീൻ ഖൽജി തൻ്റെ നിയന്ത്രണത്തിലാക്കി. അപ്പോൾ ഖൽജിയിലുള്ള ഏക ആള് അലാവുദ്ദീൻ ഖൽജിയാണ്. അലാവുദ്ദീൻ ഖൽജി വന്ന് എന്ത് ചെയ്തു? ഗുജറാത്ത് കീഴടക്കി. ഗുജറാത്ത് പിടിച്ചെടുത്തപ്പോൾ ഗുജറാത്തിൽ നിറയെ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഈ തുറമുഖങ്ങളിലൂടെ എന്ത് ചെയ്തു? ഇറാഖിൽ നിന്ന് മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്തു. അങ്ങനെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. മനസ്സിലായല്ലോ? Gujarat was the first region that came under his control. With the conquest of Gujarat, the seaports came under the control of Alauddin Khilji. He could import fine horses from Iraq through these ports. Okay, അങ്ങനെ മിലിറ്ററി പവർ എന്ത് ചെയ്തു? സ്ട്രെങ്തൻ ചെയ്തു, ശക്തി കൂട്ടി. ഓക്കെ, അലാവുദ്ദീൻ ഖൽജിയെ കുറിച്ച് പഠിച്ചോ? മംലൂക്ക് വംശം, സ്ലേവ് ആൻഡ് സിറ്റി. അവിടെ കുത്തബ്ദീൻ ഐബക്ക്, ഇൽതുമിഷ്, ബാൽബൻ. നെക്സ്റ്റ് ആരാണ്? ഖൽജി. അവിടുത്തെ ആളാരാണ്? അലാവുദ്ദീൻ ഖൽജി. മൂന്നാമത് പോകാം, തുഗ്ലക് വംശം, തുഗ്ലക് ഡൈനസിറ്റി. രണ്ടുപേരുണ്ട്. ആരൊക്കെയാ? മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ആദ്യം വന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലശേഷം ഫിറോസ് ഷാ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, ഇവരെന്താ ചെയ്തതെന്ന് നോക്കാം. ഖൽജി വംശത്തെ തുടർന്ന് വന്നവരാണ് തുഗ്ലക് വംശം. ഖൽജി ഡാൻസിറ്റി വാസ് സക്സീഡഡ് ബൈ തുഗ്ലക് ഡാൻസിറ്റി. അതിലെ പ്രധാന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ത് ചെയ്തെന്നറിയാവോ? ഇതുവരെ എല്ലാവരും ഡൽഹി ആയിരുന്നു തലസ്ഥാനമായിട്ട് വെച്ചിരുന്നത് അല്ലേ? അവിടെ നിന്ന് നേരെ ദേവഗിരിയിലോട്ട് മാറ്റി. ആ ദേവഗിരിക്ക് ദൗലത്താബാദ് എന്ന് പേരും കൊടുത്തു. മുഹമ്മദ് ബിൻ തുഗ്ലക് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റി? ദേവഗിരിയിലോട്ട് മാറ്റി. ദേവഗിരിയുടെ പേരെന്താക്കി മാറ്റി? ദൗലത്താബാദ്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വന്ന് എന്താ ചെയ്തേ? തുഗ്ലക് വംശത്തിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം ചെയ്തത് ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. ആൻഡ് റീനെയിം ചെയ്തു. എന്തായിട്ടാ? ദൗലത്താബാദ്. എന്തായിട്ട് റീനെയിം ചെയ്തു? ദൗലത്താബാദ്. ഓക്കെ, തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലോട്ട് മാറ്റി ദൗലത്താബാദ് എന്ന് റീനെയിം, പേര് നൽകി. ആരായിരുന്നു? തുഗ്ലക്കിലെ ആദ്യത്തെ ആളായ മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹത്തിന്റെ ശേഷം ആര് വന്നു? ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, അടുത്ത് പഠിക്കാനുള്ളത് സയ്യിദ് വംശം. സയ്യിദ് ഖിസിർ ഖാനാണ് മെയിൻ ആള്. ഓക്കെ, ഖിസിർ ഖാൻ. ഈ തുഗ്ലക്ക് കഴിഞ്ഞതോടുകൂടി സയ്യിദും ലോധിയും വന്നു. ഇവർ രണ്ടുപേരും എന്താണ്? വലിയ സ്ട്രോങ് അല്ലായിരുന്നു. ഇതുവരെയുള്ളവരെല്ലാം 3 പേര് സ്ട്രോങ് ആയിരുന്നു. ഈ സയ്യിദും ലോധിയും സ്ട്രോങ് അല്ലായിരുന്നു. ഇപ്പോൾ തുഗ്ലക്കിന് ശേഷം സയ്യിദ് വന്നു. ആരായിരുന്നു മെയിൻ ആൾ? ഖിസിർ ഖാൻ. ഖിസിർ ഖാൻ. അതിനുശേഷം ആര് വന്നു? ലോധി വംശം. അതിൽ മെയിൻ ആൾ ആരാ? ഇബ്രാഹിം ലോധി. ഇവരിലൊന്നും വലിയ കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല. അവരുടെ സൈനികരെല്ലാം വളരെ സ്ട്രെങ്തം കുറവായിരുന്നു. അതുകൊണ്ട് അധികമൊന്നും അവരൊന്നും ചെയ്തില്ല. ലോധി വംശം വന്നു, ഇബ്രാഹിം ലോധി. അതിലെ മെയിൻ ആളാരാ? ഇബ്രാഹിം ലോധി. ലോധി വംശത്തിലെ മെയിൻ ആളാരാണ്? ഇബ്രാഹിം ലോധി. ലോധി വംശത്തിലെ മെയിൻ ആളാരാ? ഇബ്രാഹിം ലോധി. ഓക്കെ, ഇബ്രാഹിം ലോധി കഴിഞ്ഞു. അടുത്ത് എന്ത് സംഭവിച്ചു? നമ്മുടെ ദൗലത്താബാദിൽ നമ്മുടെ ഡൽഹിയുടെ ഭരണ സ്ഥലം എവിടെയാക്കി? തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദ് ആക്കി വെച്ചു. ആരാ? മുഹമ്മദ് ബിൻ തുഗ്ലക് അല്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 1526 ഏപ്രിൽ 26 1526 ഓക്കെ, ഏപ്രിൽ 26 തന്നെയാണ്. ഡൽഹിക്ക് അടുത്തുള്ള പാനിപ്പത്തിൽ കാബൂളിലെ ഭരണാധികാരി ബാബറുടെയും സൽത്തനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. നമ്മുടെ ഇബ്രാഹിം ലോധി എന്ന് പറഞ്ഞാൽ ആരാ? ലോധി വംശം, ഏറ്റവും അവസാന വംശം ലോധി വംശം. അവിടുത്തെ ഇബ്രാഹിം ലോധിയാണ് ഇപ്പോൾ അവസാനം ഇരിക്കുന്നത്. ഈ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചു. ബാബർ എന്ത് ചെയ്തു? ഡൽഹി പിടിച്ചെടുത്തു. അപ്പോൾ ഇബ്രാഹിം ലോധി അവസാന വംശം ഇബ്രാഹിം ലോധിയായിരുന്നു. ഇബ്രാഹിം ലോധിയെ അവിടെ നിന്ന് തോൽപ്പിച്ചിട്ട് ആര് പിടിച്ചെടുത്തു? ആരാ? ബാബർ. ഇതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. പാനിപ്പത്തിലാണ് നടന്നത് കേട്ടോ. പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിൽ? ബാബറും ഇബ്രാഹിം ലോധിയും. പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിൽ?
ബാബറും ഇബ്രഹാം ലോധിയും. അതിൽ ആര് പരാജയപ്പെട്ടു? ഇബ്രഹാം ലോധി പരാജയപ്പെട്ടു. അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിച്ച് വെച്ചേക്കാം? അവസാന വംശം ആരായിരുന്നു? ലോധി വംശം. ലോധി വംശത്തിലെ ഭരണാധികാരി ആരാ? ഇബ്രഹാം ലോധി. അപ്പോൾ ഇബ്രഹാം ലോധി അവസാനം അവിടെ സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോൾ അവിടെ ബാബർ വന്നു. എവിടെയാ? പാനിപ്പത്തിൽ കാബൂളിലെ ഭരണാധികാരിയായ ബാബർ. പാനിപ്പത്ത് യുദ്ധം, അത് ഓർമ്മിച്ച് വയ്ക്കുക. പാനിപ്പത്ത് യുദ്ധം ഡൽഹിക്ക് അടുത്താണ് ഈ പാനിപ്പത്ത് കേട്ടോ. ഡൽഹിക്ക് അടുത്തുള്ള പാനിപ്പത്ത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അവിടുത്തെ ഭരണാധികാരി ബാബർ എന്ത് ചെയ്തു? ഇബ്രഹാം ലോധിയായിട്ട് ഏറ്റുമുട്ടി. ഇബ്രഹാം ലോധി സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ബാബർ ഡൽഹി പിടിച്ചെടുത്തു. എങ്ങനെയാണ് പിടിച്ചെടുത്തതെന്ന് അറിയാവോ? ഈ ബാബറുടെ സൈന്യത്തിന് പീരങ്കിയും വെടിമരുന്നും ഉപയോഗിച്ചു. ഈ ബാബറുടെ സൈന്യം എന്ത് ഉപയോഗിച്ചു? പീരങ്കിയും അതോടൊപ്പം തന്നെ എന്താ? വെടിമരുന്നും ഉപയോഗിച്ചു. കാനൺ ആൻഡ് ഗൺ പൗഡർ. The army of Barbar made use of cannon and gunpowder. Cannon and gunpowder. പീരങ്കിയും ഈ വെടിമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇബ്രഹാം ലോധിയെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ പറ്റിയത്. ഓക്കെ, പാനിപ്പത്ത് യുദ്ധം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിൽ? ബാബറും ഇബ്രഹാം ലോധിയും. അതിൽ ആര് ജയിച്ചു? ബാബർ ജയിച്ചു. കാരണം എന്താ? അവരെന്താ ഉപയോഗിച്ചേ? വെടിമരുന്നും പീരങ്കിയും, കാനോണും പിന്നെന്താണ്? ഗൺ പൗഡറും. കാനോൺ ആൻഡ് ഗൺ പൗഡർ. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിച്ച് എന്ത് ചെയ്തു? അവർ ജയിച്ചു. ഇതെന്നായിരുന്നു? 1526 ഏപ്രിൽ 26, 26 ഏപ്രിൽ 1526. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഇനി ഡൽഹി കേന്ദ്രമായിട്ട് ആര് തുടങ്ങി? ബാബർ ആരംഭിച്ചു. ബാബർ എന്ത് ചെയ്തു? ഡൽഹി കേന്ദ്രമായിട്ട് ഭരണം ആരംഭിച്ചു. അതാണ് മുഗൾ ഭരണം. അപ്പോൾ മുഗൾ ഭരണം സ്റ്റാർട്ട് ചെയ്തത് ആരാ? ബാബർ. ഡൽഹി കേന്ദ്രമായി മുഗൾ ഭരണം തുടങ്ങിയതാരാ? ബാബർ. മുഗൾ ഭരണം. ഓക്കെ, മുഗൾ ഡാൻസ് സിറ്റി, മുഗൾ ഭരണം തുടങ്ങിയതാരാ? ബാബർ. ബാബറാണ് തുടക്കം കുറിച്ചത്. ബാബർ തുടക്കം കുറിച്ച ഭരണമാണ് മുഗൾ ഭരണം. അപ്പോൾ അതുവരെ ലോധി വംശം കഴിഞ്ഞു, അത് കഴിഞ്ഞ് മുഗൾ ഭരണം വരെയാണ്. മുഗൾ ഭരണം തുടങ്ങിയതാരാ? ബാബർ. ഓക്കെ, നോക്കാം. ബാബർ, അതിനുശേഷം ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇങ്ങനെയാണ് ഭരണാധികാരികൾ വന്നത്. ബാബർ കഴിഞ്ഞ് ഹുമയൂൺ, ഹുമയൂൺ കഴിഞ്ഞ് അക്ബർ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അവസാനം ഔറംഗസേബ് ആണ് കേട്ടോ. അപ്പോൾ ബാബർ 1526 പാനിപ്പത്ത് യുദ്ധത്തോടെ തുടങ്ങിയാണ് ബാബറിൽ. അടുത്ത ഹുമയൂൺ, അടുത്ത അക്ബർ. ഓക്കെ, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അക്ബറാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? തുടങ്ങിക്കഴിഞ്ഞു മുഗൾ ഭരണം തുടങ്ങി. അല്ല, ആദ്യത്തെ ആള് ബാബർ, രണ്ടാമത് ഹുമയൂൺ, മൂന്നാമത് വന്നതാണ് ആരാ? അക്ബർ. മൂന്നാമത് വന്നതാരാ? അക്ബർ. അക്ബറാണ് ഈ മുഗൾ ഭരണം അങ്ങ് നല്ലതുപോലെ വിസ്തൃതമാക്കിയത് കേട്ടോ. സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മുഗൾ ചക്രവർത്തി ആരാ? അക്ബർ. Okay, Akbar played an important role in the expansion of the Mughal Empire. Expansion of the Mughal Empire ആരാ? അക്ബർ. അതിനുവേണ്ടി പ്രവർത്തിച്ചത് ആരാ? അക്ബർ. അപ്പോൾ ബാബറാണ് മുഗൾ തുടങ്ങിയത്, അതറിയാലോ. ഇനി ഈ അക്ബർ വേറൊരു കാര്യം കൂടി കൊണ്ടുവന്നു, മൻസബ്ദാരി സമ്പ്രദായം. എന്താണ് മൻസബ്ദാരി? എന്താ കൊണ്ടുവന്നേ? മൻസബ്ദാരി. മൻസബ്ദാരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥരായിരുന്നു. അതായത് അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ സൈനികർ നിർത്തണം. ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിലും എന്ത് വേണം? നമ്പർ ഓഫ് സോൾജിയേഴ്സ് വേണം. അപ്പോൾ എവരി ഓഫീസർ was liable to maintain a specific number of soldiers. Every officer, എല്ലാ ഉദ്യോഗസ്ഥൻ്റെ കീഴിലും എന്ത് വേണം? സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്. അവർ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ് കൂടെ നിർത്തിയിരിക്കണം. ഈ മൻസബ്ദാരി എന്ന് പറഞ്ഞാൽ ഓരോ ഓഫീസേഴ്സിൻ്റെ കീഴിലും ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിലും നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്തുക എന്നുള്ളതാണ് മൻസബ്ദാരി സമ്പ്രദായം. എന്താ മൻസബ്ദാരി എന്ന് പറഞ്ഞാൽ എവരി ഓഫീസർ വാസ് ലേബിൾ ടു മെയിൻറ്റെയിൻ
എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്. ഓക്കെ, ഇപ്പൊ മൻസബ്ദാരി കൊണ്ടുവന്നതാരാ? അക്ബർ. മൻസബ്ദാരി കൊണ്ടുവന്നതാരാ? അക്ബർ. മുഗൾ സാമ്രാജ്യം, മുഗൾ ഭരണത്തിന്റെ സാമ്രാജ്യം വിസ്തൃതമാക്കിയതാരാ? അക്ബർ. അപ്പൊ മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കിയത് അക്ബറാണ്. മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നതും അക്ബറാണ്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് ദ മുഗൾ എംപയർ അക്ബറാണ്. മൻസബ്ദാരി എന്നറിയപ്പെടുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നതും അക്ബറാണ്. എന്താണ് മൻസബ്ദാരി? എവരി ഓഫീസർ, ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്, നിശ്ചിത എണ്ണം സൈനികർ വേണം. അതാണ് മൻസബ്ദാരി. ഓക്കെ, അടുത്തയിലോട്ട് പോകാം. ഇത് അക്ബർ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെയാണ്. അക്ബർ ഭരിച്ച സ്ഥലങ്ങളാണ്. അക്ബറിന്റെ കാലഘട്ടത്തിലെ ഇന്ത്യ, മുൾട്ടാൻ, ഡൽഹി, അതൊക്കെ നേരത്തെ പിടിച്ചെടുത്തിരുന്ന അതെല്ലാം ചേർത്ത് ഒരു ഇന്ത്യ ആയിട്ട് വരെയാണ് കേട്ടോ. ഇതിങ്ങനെ പിടിച്ചെടുത്ത് വരെയാണ്. അക്ബർ നാമ ഐൻ ഇ അക്ബരി. എന്താണ് അക്ബർ നാമ ആൻഡ് ഐൻ ഇ അക്ബരി എന്ന് നമുക്ക് നോക്കാം. ഈ അക്ബറുടെ കൊട്ടാരത്തിൽ ഒരു അബുൾ ഫസൽ എഴുതിയ ഒരു ചരിത്ര കൃതി ഉണ്ടായിരുന്നു. അക്ബറിൻ്റെ കാലത്തെക്കുറിച്ച്. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ, പേരെന്താ? അബുൾ ഫസൽ. അക്ബർ നാമ എന്ന് പറയുന്നത് ഈ അക്ബറുടെ കൊട്ടാരത്തിൽ ഒരാളുണ്ടായിരുന്നു. ആരാ? അബുൾ ഫസൽ, ദ കോർട്ടിയർ ഓഫ് അക്ബർ. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു അബുൾ ഫസൽ എഴുതിയ ചരിത്ര കൃതിയാണ് അക്ബർ നാമ. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്ര കൃതിയാണ് അക്ബർ നാമ. ഈ അക്ബർ നാമ എന്ന കൃതിക്ക് 3 ഭാഗങ്ങളുണ്ട്. അക്ബർ നാമ എന്ന് പറഞ്ഞാൽ 3 പാർട്ട് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വോളിയം, സെക്കൻഡ് വോളിയം, തേർഡ് വോളിയം. അങ്ങനെ ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത് അക്ബറുടെ മുൻഗാമി, അതായത് അക്ബറിന് മുമ്പുള്ള ആൾക്കാരെ കുറിച്ച്. 2ാം ഭാഗം അക്ബറുടെ ഭരണകാലം, അക്ബർ ഭരിച്ച കാലത്തെക്കുറിച്ച്. 3ാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനം. അങ്ങനെ 3 ഭാഗമാണുള്ളത്. ഈ 3ാമത്തെ ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുന്ന 3ാമത്തെ ഭാഗമാണ്, തേർഡ് വോളിയമാണ് ഐൻ ഇ അക്ബരി. ഐൻ ഇ അക്ബരി എന്ന് പറയുന്നത് എന്താണ്? തേർഡ് വോളിയം. അതിനകത്ത് അക്ബർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള തേർഡ് വോളിയമാണ് ഐൻ ഇ അക്ബരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർ നാമ. അക്ബർ നാമ എന്ന് പറയുന്ന ഈസ് എ വർക്ക് ഓൺ ഹിസ്റ്ററി, ചരിത്രകൃതി റിട്ടൺ ബൈ അബുൾ ഫാസൽ എഴുതിയ കോർട്ടിയർ ഓഫ് അക്ബർ, അക്ബറിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നത്. ഈ അക്ബർ നാമയ്ക്ക് എത്ര വോളിയം ഉണ്ട്? 3 വോളിയം, 3 ഭാഗം. അതിൽ 1ാമത്തെ ഭാഗം എന്താ? ആൻസെസ്റ്റേഴ്സ്, അതായത് ആൻസെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അക്ബറിൻ്റെ മുൻഗാമി. 2ാം ഭാഗം എന്താ? ഈവൻസ് ഡ്യൂറിങ് അക്ബർ റീജിയൻ, അക്ബറിൻ്റെ ആ ഒരു ഭരണകാലത്ത് നടന്ന കാര്യങ്ങൾ. 3ാമത് അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷനാണ് തേർഡ് വോളിയം. അതിന് പറയുന്ന പേരാണ് ഐൻ ഇ അക്ബരി. എന്താ പറയുന്നേ? ഐൻ ഇ അക്ബരി. 3ാമത്തെ ഭാഗം എന്തെന്ന് അറിയപ്പെടുന്നേ? ഐൻ ഇ അക്ബരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അക്ബർ നാമ എന്ന് പറഞ്ഞാൽ ചരിത്രകൃതി, വർക്ക് ഓൺ ഹിസ്റ്ററി. ആരെഴുതി? അബുൾ ഫസൽ. അതിന് 3 പാർട്ട് ഉണ്ട്, 3 വോളിയം ഉണ്ട്. അതിൽ 3ാമത്തെ ഐൻ ഇ അക്ബരി എന്ന് പറയുന്ന 3ാം ഭാഗമായ ഭരണ സംവിധാനം, അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷൻ. പഠിച്ചോ? യെസ്. ഇനി മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിൻ്റെ കാലം. ഔറംഗസേബ് ഏറ്റവും അവസാനം, ഓർമ്മയുണ്ടോ? ഏറ്റവും അവസാനം കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ അക്ബറാണ്. എന്നാൽ ഇവിടെ നോക്കിയേ, മുഗൾ സാമ്രാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്തായിരുന്നു? ഔറംഗസേബിൻ്റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത്. ഇതാ നോക്കിയേ, ഇവിടെ ഇതാ കണ്ടോ, ഇങ്ങനെ പതിയെ കൂടി ആദ്യം അക്ബർ വന്നപ്പോൾ ആദ്യം നമ്മുടെ ബാബർ വന്നപ്പോൾ കുറച്ചുണ്ടായിരുന്നു. അക്ബർ വന്നൊന്ന് വിസ്തൃതി പ്രാപിച്ചു തുടങ്ങി. ഏറ്റവും അതിനെ ഫുള്ളാക്കി ഇങ്ങനെ പിടിച്ചെടുത്ത് അങ്ങനെ ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ആരുടെ സമയത്തായിരുന്നു? ഔറംഗസേബ്. ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസേബിൻ്റെ ഏറ്റവും അവസാനത്തെ ആള് ഔറംഗസേബിൻ്റെ കാലത്തായിരുന്നു. ഓക്കെ, ഇനി ചോളരാജ്യം, വിജയനഗരം, ബാമിനി എവിടത്തെയാണ്? ദക്ഷിണേന്ത്യ, സതേൺ ഇന്ത്യയിലുള്ള
സദേൺ ഇന്ത്യയിലുള്ള രാജ്യങ്ങളാണ്, കിങ്ഡമാണ് ചോള, വിജയനഗര, ബാഹ്മിനി. ഓക്കെ. ഇനി വെസ്റ്റേൺ ഇന്ത്യ, പശ്ചിമേന്ത്യയിലുള്ളതാണ് മറാത്ത. മറാത്ത മാത്രം ഓർമ്മിക്കുക, പശ്ചിമേന്ത്യ. മറ്റത് മൂന്നും ദക്ഷിണേന്ത്യ. ദക്ഷിണേന്ത്യയിൽ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, കിങ്ഡംസ് ഏതൊക്കെയെന്ന് വെച്ചാൽ പഠിക്കണം കേട്ടോ. ചോള, ബാമിനി. ചോള രാജ്യം, വിജയനഗരം, ബാമിനി. ചോള, വിജയനഗര, ബാമിനി. അത് സദേൺ ഇന്ത്യ. വെസ്റ്റേണിൽ, പശ്ചിമേന്ത്യയിൽ മാറാത്ത എന്ന് ഓർമ്മിച്ചാൽ അല്ല അടയാളം കട്ട് ചെയ്താൽ മതി. മറാത്ത. ഓക്കെ. ചോളരാജ്യം, വിജയനഗരം, ബാമിനി. ഓക്കെ, പഠിച്ചോ? ഇനി എന്താണ് ചോളരാജ്യം നോക്കാം. ഇവിടുത്തെ ചോളരാജ്യം, വിജയനഗരം, ബാമിനി. അതിന് ദക്ഷിണേന്ത്യയിലുള്ളത്. ചോളരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും അവരുടെ പ്രധാന ഭരണാധികാരികൾ. ചോളരാജ ഭരണാധികൾ ആരൊക്കെയാ? രാജ ചോളൻ, രണ്ട് രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ, രാജേന്ദ്ര ചോളൻ. ഇവർ രണ്ടുപേരുമായിരുന്നു ചോള ഭരണാധികാരികൾ. ശക്തമായ നാവികസേനയാണ് അവർക്കുണ്ടായിരുന്നത്. ശക്തമായ നാവികസേന, പവർഫുൾ നേവി ചോളാസിന് ഉണ്ടായിരുന്നതാണ്. ചോളാസ് ഹാഡ് എ പവർഫുൾ നേവി. ശക്തമായ നാവികസേന ആർക്കുണ്ട്? ചോളന്മാർക്കുണ്ടായിരുന്നു. ചോളാസ് ഹാഡ് എ പവർഫുൾ നേവി. ഇപ്പോൾ രാജരാജ ചോളയും രാജേന്ദ്ര ചോളയുമാണ് ചോള സാമ്രാജ്യത്തിലെ, ചോള ഡാൻസിറ്റിയിലെ പവർഫുള്ളായിട്ടുള്ള രാജാക്കന്മാർ. ഓക്കെ. അതിൽ ചോളാസിൻ്റെ ഏറ്റവും പ്രധാന കാര്യം പവർഫുൾ നേവി ആയിരുന്നു, നാവികസേന, ശക്തമായ നാവികസേന. അങ്ങനെ ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപ്, ശ്രീലങ്ക, അവിടെയൊക്കെ ഉണ്ടായിരുന്നു ദ്വീപുകൾ. മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപ്സ്, ഇവിടെയൊക്കെ എന്തുണ്ടായിരുന്നു? ഇവരുടെ സ്വാധീനം, ചോള രാജാക്കന്മാരുടെ സ്വാധീനം ഉണ്ടായിരുന്നതാണ് മലേഷ്യ, ഇന്തോനേഷ്യ ഐലൻഡ്സ്. അത് ശ്രീലങ്ക, അതൊക്കെ ഉണ്ട് കേട്ടോ. മലേഷ്യ, ഇന്തോനേഷ്യൻ ഐലൻഡ്സ്. ഓക്കെ. ഇപ്പോൾ രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ അത് പഠിച്ചുവല്ലോ. നാവികസേന, പവർഫുൾ നേവി എവിടെയാണ്? ചോള രാജ്യത്തിലാണ്. മലേഷ്യയും ഇന്തോനേഷ്യയും ഇവരുടെ കീഴിലുള്ള സ്വാധീനത്തിലുള്ളതായിരുന്നു ചോള രാജാക്കന്മാരുടെ, ചോള കിങ്ഡം. പഠിച്ചോ? യെസ്. ഇനി പഠിക്കാനാണ് പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്. പേർഷ്യൻ ട്രാവലർ അബ്ദുർ റസാഖ്. പേർഷ്യൻ ട്രാവലാണ് അബ്ദുർ റസാഖ്. ഓക്കെ. പേർഷ്യൻ ട്രാവലാണ് അബ്ദുർ റസാഖ്. പേർഷ്യൻ ട്രാവലറാണ് അബ്ദുർ റസാഖ്. ചോളരാജ്യം, ചോള കിങ്ഡം. അടുത്തെന്താ? വിജയനഗർ. അതെന്തായിരുന്നു? സി 14-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന നഗരത്തിന്റെ സ്ഥാപകൻ ഹരിഹരനും ബുക്കനും. ഹരിഹര ബുക്ക. ഓക്കെ. ഹരിഹരയും ബുക്കയുമാണ് വിജയനഗരത്തിന്റെ സ്ഥാപകർ. നമ്മുടെ ഔറംഗസേബ് കഴിഞ്ഞിട്ട് വന്നതാണ് ചോള, വിജയ, ബാഹ്മിനി. ചോള എന്തായിരുന്നു? രാജരാജ ചോള, രാജേന്ദ്ര ചോള, പവർഫുൾ നേവി, നാവികസേന ഉണ്ടായിരുന്നു. മലേഷ്യ, അതുപോലെ തന്നെ എന്താണ്, ഇന്തോനേഷ്യ ദ്വീപ്സ് ആയിരുന്നു അവരുടെ കൺട്രോളിൽ. അടുത്ത് വിജയനഗരത്തിന്റെ സ്ഥാപകൻ ഹരിഹരനും ബുക്കനും. അവിടുത്തെ പ്രധാന ഭരണാധികാരി കൃഷ്ണദേവരായർ. വിജയനഗരത്തിന്റെ സ്ഥാപകരാണ് ഹരിഹരനും ബുക്കനും. സ്ഥാപകർ ആരാണ്? ഹരിഹര, ബുക്ക. എന്നാൽ അവിടുത്തെ മേജർ റൂളർ ആരായിരുന്നു? വിജയനഗരിലെ മേജർ റൂളർ കൃഷ്ണദേവരായറായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരാ? കൃഷ്ണദേവരായർ. മേജർ റൂളർ ആരാ? കൃഷ്ണദേവരായാണ് മേജർ റൂളർ ഓഫ് വിജയനഗര. വിജയനഗരത്തിലെ സ്ഥാപകർ ഹരിഹരയും ബുക്കയും. ചോളയിലെ രാജരാജ ചോള, രാജേന്ദ്ര ചോള. അത് കഴിഞ്ഞാണ് വിജയനഗരത്തിൽ ഹരിഹരയും ബുക്കയും. അവിടുത്തെ എന്നാൽ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? വിജയനഗരത്തിലെ മേജർ റൂളർ ആരായിരുന്നു? കൃഷ്ണദേവരായർ. പഠിച്ചോ? അബ്ദുർ റസാഖ് ഏത് സഞ്ചാരിയാ? പേർഷ്യൻ സഞ്ചാരി. അബ്ദുർ റസാഖ് പേർഷ്യൻ സഞ്ചാരിയാണ്. ഓക്കെ. ഇനി മൂന്നാമത് ബാമിനി. ഇപ്പം നമ്മൾ പറഞ്ഞ ദക്ഷിണേന്ത്യയിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ദക്ഷിണേന്ത്യയിൽ ചോള, വിജയനഗര, ബാമിനി. മറാത്ത ഏതായിരുന്നു? പശ്ചിമേന്ത്യ. ഓക്കെ. അപ്പോൾ ബാമിനി, അവസാനത്തത് ബാമിനി.
അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അലാവുദ്ദീൻ ഖിൽജി അതല്ല, അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകർ. ദ ഫൗണ്ടർ ആരാണ്? ഫൗണ്ടർ ഓഫ് ദ ബാമിനി ആരാ? അലാവുദ്ദീൻ ഹസൻ ബാമൻ. ഓക്കെ, ബാഹ്മൻ ഷാ. ബാഹ്മൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ ആയിരുന്നു ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ. ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാ? ഫൗണ്ടർ ഓഫ് ബാമിനി കിങ്ഡം ആരാ? അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ഓക്കെ, ഇനി കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലുള്ള റൈച്ചൂർ പ്രദേശം ഫലഭൂയിഷ്ടമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റൈച്ചൂർ. റൈച്ചൂർ എന്തെന്നറിയപ്പെടുന്നു? റൈച്ചൂർ ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. റൈച്ചൂർ റീജിയൻ. റൈച്ചൂർ റീജിയൻ എന്തെന്നറിയപ്പെടുന്നു? കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലാണ്. കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലാണ് ഏതാ? റൈച്ചൂർ. ഏതാ? റൈച്ചൂർ. ഈ റൈച്ചൂർ എന്തെന്നറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയിലെ നെല്ലറ. റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാ? റൈച്ചൂർ. റൈച്ചൂർ ആണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ. റൈച്ചൂർ പ്രദേശം എന്തെന്നറിയപ്പെടുന്നേ? ദക്ഷിണേന്ത്യയിലെ നെല്ലറ. ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ, റൈച്ചൂർ. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷായാണ് ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, ഓർമ്മയുണ്ടോ? ഇനി മറാത്ത, നമ്മുടെ പശ്ചിമേന്ത്യ. പശ്ചിമേന്ത്യയിലെ മറാത്ത. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജി. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജി. ഛത്രപതി എന്ന് പേരുണ്ടായിരുന്നത് ശിവജിക്കാണ്. ഛത്രപതി എന്ന് പേരുണ്ടായിരുന്നത് ശിവജി. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. ഹി അഡോപ്റ്റഡ്, സ്വീകരിച്ചു, ദ ടൈറ്റിൽ ഛത്രപതി. ഛത്രപതി എന്ന പേര് സ്വീകരിച്ചു കേട്ടോ. അപ്പോൾ മറാത്തയിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി ശിവജി. ശിവജി സ്വീകരിച്ച പേരാണ് ഛത്രപതി. ഓക്കെ, ഈ ശക്തമായ നാവികസേനയും കരസേനയും ഉണ്ടായിരുന്നു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ. ഇതാണ് രണ്ടാമത് പഠിക്കാനുള്ളത്. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കണം. മറാത്തയിലെ പ്രധാന ഭരണാധികാരി ശിവജി, ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ. പൂനെ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ മറാത്ത കിങ്ഡം. ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കും. പിന്നെ നാവികസേനയും കരസേനയാണ് അവിടുത്തെ പ്രത്യേകത. നാവികസേനയും കരസേനയും. ചോളയിൽ നാവികസേന, ഇവിടെ നാവികസേനയും കരസേനയും. ഓക്കെ, മറാത്ത കിങ്ഡത്തിൽ എന്തൊക്കെ പഠിച്ചു? ശിവജിയാണ് പ്രധാന ഭരണാധികാരി. ശിവജി വാസ് ദ മേജർ റൂളർ ഓഫ് മറാത്ത കിങ്ഡം. ഛത്രപതി എന്നാണ് സ്ഥാനപ്പേര്. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. ശക്തമായ നാവികസേന കരസേന ഉണ്ടായിരുന്നു. മറാത്തയുടെ ആസ്ഥാനം പൂനെ. മറാത്തയുടെ ആസ്ഥാനം പൂനെ. മറാത്തയുടെ ആസ്ഥാനം ഏതായിരുന്നു? പൂനെ. അപ്പോൾ നമ്മൾ ദാ നോക്കിയേ, ഇവിടെ നിന്ന് പഠിച്ചു തുടങ്ങിയതാണ് രാജ്യവും പ്രദേശവും. ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങൾ: ചോള രാജ്യം, വിജയനഗരം, ബാമിനി. ചോള, രാജരാജ ചോള, രാജേന്ദ്ര ചോള. എന്താണ്? പവർഫുൾ നേവിയാണ് അവിടുത്തെ പ്രത്യേകത. വിജയനഗരം, ഹരിഹരയും ബുക്കയാണ് അവിടുത്തെ വിജയനഗരത്തിന്റെ സ്ഥാപകർ. എന്നാൽ കൃഷ്ണദേവരായരായിരുന്നു മേജർ റൂളർ. ബാമിനിയിൽ വന്നപ്പോൾ ആരായിരുന്നു? അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു അവിടുത്തെ മെയിൻ വ്യക്തി. അവിടുത്തെ പ്രധാന കാര്യം കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലുള്ള എന്താണ്? റൈച്ചൂർ എന്നറിയപ്പെട്ടു. റൈസ് ബൗൾ ഓഫ് സദേൺ ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടു. അടുത്ത് പശ്ചിമേന്ത്യയിലെ മറാത്ത. മറാത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരായിരുന്നു? ശിവജി. ശിവജി സ്വീകരിച്ച പേരെന്താണ്? ഛത്രപതി. മറാത്തയുടെ തലസ്ഥാനം ഏതായിരുന്നു? പൂനെ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. ഓക്കെ, പഠിച്ചല്ലോ? പഠിച്ചില്ലേ? ഇതുവരെ പഠിച്ചില്ലേ? യെസ്. അപ്പോൾ ആ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ടോപ്പിക്സും നല്ലതുപോലെ ടീച്ചർ പഠിപ്പിച്ചു എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ ആ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യാം. മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പാർട്ട് 3യിൽ പഠിക്കുന്നത്. മൂന്നാമത്തെ പാഠം കേരളം, മണ്ണും മഴയും മനുഷ്യനും. കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ. ഓക്കെ, മൂന്നാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ പറയുന്നത്, എക്സാമിന് ചോദിക്കുന്നത് മാത്രം. പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടെ? ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത്?
അപ്പോൾ പച്ചക്കറികളായാലും ഭക്ഷ്യധാന്യങ്ങളായാലും പൂക്കളായാലും എന്തായാലും നമുക്ക് തന്നെ കേരളത്തിൽ കൃഷി ചെയ്തുകൂടെ? എന്തിനാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്? അന്യ സംസ്ഥാനങ്ങളെക്കാളും വളക്കൂറുള്ള നല്ല മണ്ണുമാണ്, ജലലഭ്യതയും നല്ലതുപോലെ ഉള്ള സ്ഥലമാണ് കേരളം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റ് സ്ഥലങ്ങളിൽ പോയി മേടിക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത്? കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്തൊക്കെ? വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ്? വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദെയർ കൾട്ടിവേഷൻ? കൃഷിക്ക് വേണ്ട എസെൻഷ്യൽ ഫാക്ടേഴ്സ്, അടിസ്ഥാന ഘടകങ്ങൾ. 1, വളക്കൂറുള്ള മണ്ണ്. എന്താ? ഫെർട്ടൈൽ സോയിൽ. വളക്കൂറുള്ള മണ്ണ്, ഫെർട്ടൈൽ സോയിൽ. 2, അനുയോജ്യമായ കാലാവസ്ഥ, ഫേവറബിൾ ക്ലൈമറ്റ്. രണ്ടാമത് നമുക്ക് വേണ്ടത് എന്താണ്? ഫേവറബിൾ ക്ലൈമറ്റ്, കാലാവസ്ഥ നല്ലതായിരിക്കണം, അനുയോജ്യമായിരിക്കണം. 3, ജലലഭ്യത, ജലം കിട്ടുന്ന സ്ഥലമായിരിക്കണം, ജലലഭ്യത. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. 4, മനുഷ്യാധ്വാനം, മനുഷ്യൻ്റെ അധ്വാനം വേണം, മാൻ പവർ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. എന്തൊക്കെയാണ് വേണ്ടത്? വളക്കൂറുള്ള മണ്ണ്, ഫെർട്ടൈൽ സോയിൽ. അനുയോജ്യമായ കാലാവസ്ഥ, ഫേവറബിൾ ക്ലൈമറ്റ്. ജലലഭ്യത, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. മനുഷ്യാധ്വാനം, മാൻ പവർ. ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ലതുപോലെ കൃഷി ചെയ്യാം. അപ്പോൾ ഇതാണ് കൃഷിയുടെ അടിസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് കൾട്ടിവേഷൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, മാൻ പവർ. കൃഷിക്ക് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം. തെറ്റിക്കാതെ എഴുതുമല്ലോ. യെസ്. രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളത്, നമ്മൾ കേരളത്തെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഒന്നാമത്തേത് ഹൈ ലാൻഡ്, മലനാട്. മല നല്ല ഉയരമാണല്ലോ, മല. ഹൈ ലാൻഡ്, മലനാട്. ഒന്നെന്താണ്? ഹൈ ലാൻഡ്, മലനാട്. ഹൈലാൻഡ്, മലനാട്. ഹൈലാൻഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എങ്ങനെയാണ്? താപനില എങ്ങനെയാണ്? 30 ഡിഗ്രി സെൽഷ്യസിന് താഴെ. ടെമ്പറേച്ചർ എങ്ങനെയാണ്? ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. താപനില 30 ഡിഗ്രിക്ക് താഴെയാണ്. ധാരാളമായി ലഭിക്കുന്ന മഴ. മലനാടിൽ എപ്പോഴും മഴ ഒത്തിരി കിട്ടും. ധാരാളമായി ലഭിക്കുന്ന മഴ. അബൻഡന്റ് റെയിൻഫാൾ. അബൻഡന്റ് റെയിൻഫാൾ. റെയിൻഫാൾ ഒത്തിരിയാണ്, ഒത്തിരി മഴ കിട്ടും. നീർവാർച്ചയുള്ള മണ്ണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ. അതായത് മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കില്ല, അതങ്ങ് പോകും. നീർവാർച്ചയുള്ള മണ്ണ്. ഇപ്പോഴും വെള്ളം കിട്ടുകയില്ലേ, എന്നാലും നീർവാർച്ചയുള്ള മണ്ണാണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ. ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നല്ലതുപോലെ അവിടെ എന്തുണ്ടാകും? കൃഷി ഉണ്ടാകും അല്ലേ? അപ്പോൾ ഹൈലാൻഡ്, മലനാട്. മലനാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? താപനില 30 ഡിഗ്രി സെൽഷ്യസ് താഴെ. ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. ധാരാളമായി മഴ ലഭിക്കും. അബണ്ടന്റ് റെയിൻഫോൾ. നീർവാർച്ചയുള്ള മണ്ണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ. ഇതാണ് മലനാട്, ഹൈലാൻഡിൻ്റെ പ്രത്യേകത. ഓക്കെ. അപ്പോൾ അനുയോജ്യമുള്ള മണ്ണ് ആണെങ്കിൽ, നല്ല കാലാവസ്ഥയും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി, ഇതെല്ലാം അവിടെ ഉണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, മലപ്രദേശങ്ങളിൽ ഏലം ഉണ്ടാവും ഒത്തിരി, കുരുമുളക് ഒത്തിരി ഉണ്ട്, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ സുഗന്ധ വിളകളാണ് കേട്ടോ. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ എന്താ? സുഗന്ധ വിളകളാണ്. അതുപോലെ തേയില, കാപ്പി, ഇതൊക്കെ ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ വിനോദ പരിപാടികൾക്കൊക്കെ പോയപ്പോൾ കണ്ടിട്ടില്ലേ? തേയിലയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കണ്ടില്ലേ, മലയുടെ ചരിവിലൊക്കെ.
അതെന്താണ്? മലനാട്. തേയില, കാപ്പി ഇതൊക്കെ ഏലമൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചരിഞ്ഞ പ്രദേശത്ത് മലയുടെ ചരിവിലൊക്കെ ഇങ്ങനെ നട്ടുവിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെ. അപ്പോൾ മലനാട് എന്തിനാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി. ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹിയർ ദ ക്ലൈമറ്റ് അനുയോജ്യമാണ്, ഫേവറബിൾ ആണ്. ക്ലൈമറ്റ് ഈസ് ഫേവറബിൾ, കാലാവസ്ഥ അനുയോജ്യമാണ്. എന്തിനാ? ഫോർ ദ ഗ്രോത്ത് ഓഫ് എന്തിൻ്റെ വളർച്ചയ്ക്കാ? ടീ, തേയില, കോഫി, കാപ്പി, ആൻഡ് സ്പൈസ് ഏതൊക്കെയാണ്? കാർഡമം, പെപ്പർ, ജിഞ്ചർ, ടർമറിക്. സ്പൈസ്ഡ് ക്രോപ്സ് ഏതൊക്കെയാണ്? സ്പൈസ് ക്രോപ്സ് സുഗന്ധവിളകൾ ഏതൊക്കെയാ? കാർഡമം ഏലം, പെപ്പർ കുരുമുളക്, ജിഞ്ചർ ഇഞ്ചി, ടർമറിക് മഞ്ഞൾ. അപ്പോൾ എന്തിൻ്റെ ഗ്രോത്തിനൊക്കെയാണ്? ടീ, കോഫി, കാർഡമം, പെപ്പർ, ജിഞ്ചർ, ടർമറിക്. ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുവാൻ പറ്റിയ കാലാവസ്ഥയാണ് ഹൈലാൻഡ്, മലനാടിലുള്ളത്. അപ്പോൾ മലനാട് നല്ലതുപോലെ മനസ്സിലായോ? നോക്കി, ജോൺ ജോസഫ് മർഫി. ആരാ? ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്നത് റബ്ബർ കൃഷിയുടെ ഫാദർ, പിതാവ്. ജോൺ ജോസഫ് മർഫി അതാരാണ്? റബ്ബർ കൃഷിയുടെ പിതാവ്. അയർലൻഡ് സ്വദേശിയാണ്, ഐറിഷ് മാനാണ്. അയർലൻഡ് സ്വദേശി, ഐറിഷ് മാനായിട്ടുള്ള ധാരാണ് ജോൺ ജോസഫ് മർഫി. എന്തെന്നറിയപ്പെടുന്നേ? ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ റബ്ബർ കൃഷിയുടെ പിതാവ്, ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ആരെന്ന് അറിയപ്പെടുന്നേ? ജോൺ ജോസഫ് മർഫി. പറഞ്ഞേ, ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? സുഹൃത്തുക്കളുടെ കൂടെ പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് 1902 റബ്ബർ കൃഷി തുടങ്ങി. അതുകൊണ്ടാണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. റബ്ബർ കൃഷിയുടെ പിതാവ് ആരാ? ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ ആരാ? ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. തെറ്റില്ലല്ലോ? ഇല്ല. അടുത്ത് പഠിക്കേണ്ടത് മിഡ്ലാൻഡ്, ഇടനാട്. നമ്മൾ മല പഠിച്ചു, മലയുടെ ഇടയ്ക്ക് ഇടനാട്. നമുക്ക് താഴോട്ട് വരാം. ഇടനാട്, മിഡ്ലാൻഡ്, ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. മിഡ്ലാൻഡ്, ഇടനാടിന് താഴെ തീരപ്രദേശമുണ്ട്. നമ്മൾ ആദ്യം ഹൈലാൻഡ് പഠിച്ചു, മലയുടെ മുകളിൽ മല. ഓക്കെ, അടുത്ത് മിഡ്ലാൻഡ്, ഇടനാട്. അത് ഓർമ്മിക്കുക. മിഡ്ലാൻഡ്, ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ. ഇനി താഴെ തീരപ്രദേശമുണ്ട് കേട്ടോ. അപ്പോൾ തീരപ്രദേശത്തിനും മുകളിൽ മലനാടിനും ഇടയിലാണ് ഇടനാട്, മിഡ്ലാൻഡ്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. ദ മിഡ്ലാൻഡ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ ലോ ലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ്. ലോ ലാൻഡ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശം, ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ മലനാട്. അപ്പോൾ ലോ ലാൻഡിനും ഹൈലാൻഡിനും ഇടയിലാണ്. ബിറ്റ്വീൻ ദ ലോ ലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ്. മിഡ്ലാൻഡ് എവിടെയാണ്? ബിറ്റ്വീൻ ദ ലോ ലാൻഡ് ആൻഡ് ദ ഹൈലാൻഡ്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. ഏറ്റവും കൂടുതൽ വിളകൾ കിട്ടുന്നത് എവിടെയാണ്? ഇടനാടിലാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ഇടനാട്ടിലാണ് കൂടുതൽ കിട്ടുന്നത്. എന്തൊക്കെയാ? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തൊക്കെയാണെന്ന്? നെല്ല്, ഗോതമ്പ്, ചോളം, ഇതൊക്കെയത്. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, തക്കാളി, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പച്ചക്കറികൾ. കിഴങ്ങ് വർഗ്ഗങ്ങൾ മരിച്ചീനി, കാച്ചിൽ, ചേന, ഇതൊക്കെയാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പോൾ ഈ ഇടനാടിലാണ് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടുതലുള്ളത്. ദ റീജിയൻ ഇൻ കേരള ഈസ് characterized ബൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ക്രോപ്സ്. ഏതൊക്കെയാണ്? സെറൽസ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യങ്ങൾ, വെജിറ്റബിൾസ് പച്ചക്കറികൾ, ട്യൂബർ ക്രോപ്സ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതൊക്കെയാണ്? സെറൽസ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ്. സെറൽസ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതൽ കിട്ടുന്നത് എവിടെ നിന്നാ? ഇടനാട്ടിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളും കാപ്പിയും തേയിലയുമാണ് ഹൈലാൻഡ്, മലനാടിൽ പറഞ്ഞത്. ഇവിടെയാണെങ്കിലോ ഭക്ഷ്യധാന്യങ്ങൾ, സിറൽസ്, പച്ചക്കറികൾ, വെജിറ്റബിൾസ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബർ ക്രോപ്സ്, ഇതൊക്കെ കിട്ടുന്നത് ഇടനാട്ടിലാണ്.
തെറ്റോ? ഇല്ല. കേരളത്തിലെ പ്രധാന വാണിജ്യ വിള, വാണിജ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി നട്ട് വളർത്തുന്നതാണ് വാണിജ്യ വിള. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യം മിഡ്ലാൻഡ്. അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം മിഡ്ലാൻഡ്, ഇടനാടാണ്. ദിസ് റീജിയൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് റബ്ബർ വിച്ച് ഈസ് ദ ചീഫ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഓഫ് കേരള. ചീഫ് കൊമേഴ്സ്യൽ ക്രോപ്പ്, കൊമേഴ്സ്യൽ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വാണിജ്യ വിള. അപ്പോൾ വാണിജ്യ വിളയായ റബ്ബർ നടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? മിഡ്ലാൻഡ്, ഇടനാടാണ്. കാരണം എന്താ? വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെ കാലം വിളവ് ലഭിക്കുന്നത് റബ്ബറിൻ്റെ മേന്മയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? എല്ലാവരും റബ്ബർ കൂടുതൽ നടാനായി തുടങ്ങും. ലോങ് ലാസ്റ്റിംഗ് ഈൽഡാണ് അതിൻ്റെ മെരിറ്റ്. ദ റബ്ബർ ക്രോപ്പ് ഹാസ് ദ മെരിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് ഈൽഡ്. റബ്ബറിൻ്റെ പ്രത്യേകത ഏറെ കാലം വിളവ് ലഭിക്കും. വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ റബ്ബർ വലുതായി, റബ്ബറിൽ നിന്ന് റബ്ബറിൻ്റെ പാലെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് റബ്ബറിൻ്റെ പാല് കിട്ടും, ഷീറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യും? പൈസ കിട്ടും. അപ്പോൾ റബ്ബർ കൊമേഴ്ഷ്യൽ ക്രോപ്പ്, വാണിജ്യ വിള. അപ്പോൾ വാണിജ്യ വിള റബ്ബറിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എവിടെയാണ്? മിഡ്ലാൻഡ്, ഇടനാടാണ്. ഹൈലാൻഡ് അല്ല, എവിടെയാ? മലനാടല്ല, എവിടെയാ? മിഡ്ലാൻഡ്, ഇടനാടാണ്. അപ്പം മിഡ്ലാൻഡിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. സിറൽസ് ഏതൊക്കെയാ? സിറൽസ്, പിന്നെ എന്താണ്? സിറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, വെജിറ്റബിൾസ്. 3 കിഴങ്ങ് വർഗ്ഗങ്ങൾ, ട്യൂബർ ക്രോപ്സ്. ദെൻ റബ്ബർ. അപ്പോൾ റബ്ബറിന് ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാണ്? മിഡ്ലാൻഡ്, ഇടനാടാണ്. റബ്ബറിന്റെ പിതാവ് ആരാ? റബ്ബറിന്റെ പിതാവ്, ഫാദർ ഓഫ് റബ്ബർ, ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. തെറ്റില്ലല്ലോ? റബ്ബർ എന്തുകൊണ്ടാണ് ആളുകൾ കൃഷി ചെയ്യുന്നത്? എല്ലാ സാധാരണ കൃഷികളും മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് വാണിജ്യ വിളയായി റബ്ബർ കൃഷി ചെയ്യുന്നത്? വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറെ കാലം വിളവ് ലഭിക്കും. ലോങ് ലാസ്റ്റിംഗ് ഈൽഡാണ്. ഓക്കെ, നെക്സ്റ്റ് ലോ ലാൻഡ്. നമുക്ക് താഴേക്ക് വരാം. തീരപ്രദേശം. തീരം എന്ന് പറഞ്ഞാൽ അറിയാലോ, കടൽ തീരം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? തീരപ്രദേശം, ലോ ലാൻഡ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിച്ചത് ഹൈലാൻഡ്, മലനാട്. എന്നിട്ടോ ഇടനാട്, മിഡ്ലാൻഡ്. ഏറ്റവും താഴെ ലോ ലാൻഡ്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ല, സമുദ്രം അങ്ങ് താഴ്ന്നാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഉയരത്തിൽ അങ്ങ് കിടക്കുന്നതാണ് തീരപ്രദേശം. അതിൻ്റെ മുകളിലാണ് ഇടനാട്, അതിൻ്റെ മുകളിലാണ് ഏതാ? ഹൈലാൻഡ്, മലനാട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞാണ്. അങ്ങനെ ഒന്ന് കേരളം എങ്ങനെയാണ് കണ്ടില്ലേ? ചരിഞ്ഞിട്ടാണ്. അങ്ങനെ ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഏറ്റവും താഴെ എന്താണ്? ലോ ലാൻഡ്, തീരപ്രദേശം. ടീച്ചർ പറഞ്ഞതുപോലെ മുകളിലും താഴേക്ക് അങ്ങനെയല്ല കേട്ടോ, ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, തീരപ്രദേശം, ലോ ലാൻഡ്. തീരപ്രദേശം നമുക്ക് എങ്ങനെ പറയാം? സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ല. ദ ലോ ലാൻഡ് ലൈസ് ക്ലോസ് ടു സീ ലെവൽ. സീ ലെവലിന് അടുത്താണ് ലോ ലാൻഡ്. ദ ലോ ലാൻഡ് ലൈസ്, ലോ ലാൻഡ് എവിടെയാണ് കിടക്കുന്നത്? ക്ലോസ് ടു സീ ലെവൽ. സീ ലെവലിന് അടുത്താണ്, അധികം ഉയരമില്ലാതെ സീ ലെവലിൻ്റെ അതേ ഒരു രീതിയിൽ കുറച്ചുകൂടെ ഉയരത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ലോ ലാൻഡ്. ഓക്കെ, സോറി, തീരപ്രദേശം, ലോ ലാൻഡ്. ദ ലോ ലാൻഡ് ലൈസ് ക്ലോസ് ടു സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്തത് ഏതാ? തീരപ്രദേശം. ഇനി അവിടുത്തെ എന്തൊക്കെയാണ് കൃഷി? അവിടെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണുണ്ട്. എന്താ ഉള്ളത്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ അലുവിയൽ സോയിൽ. അലുവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്കൽ മണ്ണ്. അലുവിയൽ സോയിൽ, എക്കൽ മണ്ണ്. അലുവിയൽ സോയിൽ ഇൻ ദ ലോ ലാൻഡ്സ്. അലുവിയൽ സോയിൽ ഇൻ ദ ലോ ലാൻഡ്സ്. അവിടെ എക്കൽ മണ്ണ് കൂടുതലാണ്. അതുകൊണ്ട് എന്താ? നെൽകൃഷി. പിന്നെ തീരപ്രദേശമാകുമ്പോൾ കടലിൽ ഉപ്പുള്ളതല്ലേ, അപ്പോൾ ഒരു ഉപ്പിൻ്റെ ഒരു രസം ഉണ്ടാവും അവിടുത്തെ മണ്ണിന്, എക്കൽ മണ്ണിന്. അതുകൊണ്ട് തെങ്ങ് കൃഷിക്കും അനുകൂലം. നെൽകൃഷി, തെങ്ങ് കൃഷി. അപ്പോൾ താഴ്ന്ന ഇടങ്ങളെന്ന് പറഞ്ഞാൽ എവിടേക്കാ താഴ്ന്ന ഇടങ്ങൾ? സീ ലെവലിനോട് അടുത്ത് വരുന്ന പ്രദേശങ്ങളല്ലേ. അപ്പോൾ അവിടെ എന്താണ്? എക്കൽ മണ്ണാണ് കൂടുതൽ. എക്കൽ മണ്ണിന് എന്തുണ്ട്? ഉപ്പ് രസമുണ്ട്. ഉപ്പ് രസമുള്ളത് ഏത് കൃഷിക്ക് അനുകൂലമാണ്? തെങ്ങ് കൃഷിക്ക്, കോക്കനട്ട് ട്രീസിനാണ്. ഓക്കെ, അപ്പോൾ സലൈൻ അലുവിയൽ സോങ്. സലൈൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് രസം. സലൈൻ അലുവിയൽ സോയിൽ, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. സലൈൻ അലുവിയൽ സോയിൽ, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. അതെവിടെയാണ്? കോസ്റ്റൽ സ്ട്രെച്ചസിലാണ് ഉള്ളത്.
ഫോർ കോക്കനട്ട് ട്രീസ്. എന്തിനു നല്ലതാണ്? കോക്കനട്ട് ട്രീസിന്. അപ്പോൾ തീരപ്രദേശം, ലോ ലാൻഡിൽ ഏറ്റവും കൂടുതലുള്ളത് നെൽകൃഷി, തെങ്ങ് കൃഷി. കാരണം അവിടുത്തെ മണ്ണ് എക്കൽ മണ്ണ്. തെങ്ങ് കൃഷിക്ക് അനുയോജ്യം ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്, സലൈൻ അലുവേൽ സോയിൽ. അപ്പോൾ അലുവേൽ സോയിലാണ് ലോ ലാൻഡ്സിന് കൂടുതലുള്ളത്. എന്തിനു വേണ്ട? പേഡി കൾട്ടിവേഷൻ. പേഡി കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നെൽകൃഷി. അലുവേൽ സോയിൽ ഇൻ ദ ലോ ലാൻഡ്സ് ആർ ഐഡിയൽ ഫോർ പേഡി കൾട്ടിവേഷൻ. സലൈൻ അലുവേൽ സോയിൽ, ഉപ്പുരസമുള്ള അലുവേൽ സോയിൽ, ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് നമ്മുടെ കോക്കനട്ട് ട്രീസിന്, തെങ്ങ് കൃഷിക്കും അനുകൂലമാണ്. പഠിച്ചോ? ഈസി അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഹൈലാൻഡ്, മലനാട്ടിൽ എന്തൊക്കെയുണ്ട്? സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാ? വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാ? ഇഞ്ചി, വേറെ കുരുമുളക്, സുഗന്ധവ്യഞ്ജനം അല്ലാതെ ഏതുണ്ട്? കാപ്പി, തേയില, ഓർമ്മയില്ലേ? ഏലം. അതൊക്കെയാണ് എവിടെയുള്ളത്? ഹൈലാൻഡ്, മലനാടിലുള്ളത്. ഇനി താഴോട്ടിറങ്ങി വന്നേ, ഇടനാട്ടിലോട്ട് വന്നേ. അവിടെ എന്തൊക്കെയാ ഉള്ളത്? സിറൽസ് ഉണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെ എന്തുണ്ട്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, വെജിറ്റബിൾസ്. അടുത്തെന്താ ഉള്ളേ? റബ്ബറില്ലേ? യെസ്, റബ്ബറൊക്കെ ഉണ്ടല്ലേ. ട്യൂബർ ക്രോപ്സ് ഇല്ലേ? കിഴങ്ങ് വിളകളില്ലേ? യെസ്. തീരപ്രദേശത്തോട്ട് ഇറങ്ങി വന്നേ, കുറച്ചുകൂടെ താഴോട്ട് വന്നേ, ലോ ലാൻഡിൽ വന്നേ. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ല. അവിടെ എന്താണ് മണ്ണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് എന്തിനു അനുയോജ്യം? പേഡി കൾട്ടിവേഷൻ, നെല്ലിന്. പിന്നെ സലൈൻ, ഉപ്പുരസമുള്ള എക്കൽ മണ്ണോ സലൈൻ അലുവിയൽ സോയിൽ എന്തിനാണ് അനുയോജ്യം? തെങ്ങ് കൃഷിക്ക്. പഠിച്ചില്ലേ? നല്ലതുപോലെ മനസ്സിലായില്ലേ? യെസ്. അടുത്തിലോട്ട് പോയാലോ? പോകാം. ഇനി കർഷകർ ഈ കൃഷി വിട്ടിട്ട് മറ്റു തൊഴിലുകൾ ചെയ്യാൻ തുടങ്ങി. അതെന്തുകൊണ്ടാ കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായത്? എങ്ങനെയാ? ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശങ്ങൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെറ്റിൽമെന്റ്സ്. വൈഡ്ലി കൾട്ടിവേറ്റഡ് പ്ലേസ് ഒക്കെ എന്തായി? ഗ്രാജുവലി ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെറ്റിൽമെന്റ്സ്. ട്രാൻസ്ഫോംഡ് ഇൻറ്റു സെറ്റിൽമെന്റ്സ്, വാസസ്ഥലങ്ങളായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ജനവാസ കേന്ദ്രങ്ങളായിട്ട് ഈ തീരപ്രദേശത്തെ മേഖലകൾ മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. അപ്പോൾ കൃഷിഭൂമി കുറഞ്ഞില്ലേ? കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ആളുകൾ താമസിക്കാൻ തുടങ്ങി. അവരുടെ സ്ഥലമൊക്കെ വസ്തുവൊക്കെ ആക്കി മാറ്റി. അപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു. This led to a significant reduction in agricultural land. അങ്ങനെ അവിടെ അഗ്രികൾച്ചറൽ ലാൻഡ് കുറഞ്ഞു. റിഡക്ഷൻ ഇൻ അഗ്രികൾച്ചറൽ ലാൻഡ്, ട്രാൻസ്ഫോംഡ് ഇൻ ടു സെറ്റിൽമെന്റ്സ്. അങ്ങനെ എന്ത് സംഭവിച്ചു? റിഡക്ഷൻ ഇൻ അഗ്രികൾച്ചറൽ ലാൻഡ്, അഗ്രികൾച്ചറൽ ലാൻഡ് കുറഞ്ഞു. വിത്ത്, വളം തുടങ്ങിയവയിലെ വില വർധനവ് കൃഷി ആദായകരമല്ലാതായി. വിത്തും വളവും വില വർദ്ധിച്ചപ്പോൾ എന്താണ്? കൃഷി ചെയ്ത് കിട്ടുന്ന അതിനും വില കുറവാണ്. അപ്പോൾ എന്താണ്? ആദായകരമല്ലാതായി മാറി. കോസ്റ്റ് ഓഫ് എന്തിൻ്റെ കോസ്റ്റൊക്കെയാണ്? ദ പ്രൈസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ദ ഹൈക്ക് ഇൻ ദ പ്രൈസ് എന്ന വില വർധന ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, വിത്തിനും വളത്തിനും. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ മെയ്ഡ് അഗ്രികൾച്ചർ ലെസ് പ്രോഫിറ്റബിൾ ആയി. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ലെസ് പ്രോഫിറ്റബിൾ, അധികം വരുമാനം ആദായകരമല്ലാത്തതായിട്ട് മാറി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. ഇങ്ങനെയാണ് ഫാർമേഴ്സ് മറ്റുള്ള ജോലികൾ നോക്കി മറ്റ് സെക്ടറിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയത്. മനസ്സിലായോ? ഇപ്പം കൃഷി മാറി മറ്റു തൊഴിലുകളിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങിയത് എങ്ങനെ എന്നൊരു ചോദ്യം വന്നാൽ, കൃഷി സ്ഥലങ്ങളിൽ ആളുകൾ ജനവാസ കേന്ദ്രങ്ങളാക്കി മാറ്റി, സെറ്റിൽമെന്റ് തുടങ്ങി. എന്നിട്ടോ വിത്തും വളമൊക്കെ വില വർദ്ധിച്ചു. ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് സീഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അതങ്ങനെ കൃഷി എന്തായി? ലെസ് പ്രോഫിറ്റബിൾ, ആദായകരമല്ലാതായി മാറി. അങ്ങനെ കർഷകർ മറ്റു തൊഴിലുകൾ, ഇതിൽ നിന്ന് ആദായം കിട്ടാതെയപ്പോൾ മറ്റു തൊഴിലുകൾ അവർ നോക്കാനായിട്ട് തുടങ്ങി. ഇനി പഴഞ്ചൊല്ലുകൾ. നമ്മുടെ നാട്ടിലെ ചില പഴഞ്ചൊല്ലുകളുണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ. എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, ഒരു പഴഞ്ചൊല്ല് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിലേതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവാ. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പിയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. ഇങ്ങനെയൊക്കെയുണ്ട്. ഇതിൽ ഏറ്റവും എളുപ്പം ഏതാ? തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന. എളുപ്പമാണോ? കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന. മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. മലയാള മാസങ്ങൾ കുംഭം, മീനം. ഓക്കെ, അപ്പോൾ മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, മീനത്തിൽ നട്ടാലോ
മീൻ ഓർമ്മയിരിക്കുമല്ലോ. ഇന്നിനെ മാറ്റി ന്യായാക്കിയാൽ മതി. മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. അപ്പോൾ എന്താ? കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. കേരള സർക്കാർ നമ്മുടെ ഈ പച്ചക്കറിയും സുഗന്ധവിളം കൂണിനങ്ങൾ ഇതൊക്കെ എന്താണ് നമ്മൾ ഈ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ. അപ്പോൾ എന്താണ് നല്ല രീതിയിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും സുഗന്ധവിളകളും ഔഷധങ്ങളും തേനീച്ച വളർത്തൽ ഇതൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ 2 പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK. VFPCK എന്ന് പറഞ്ഞാൽ എന്താ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. രണ്ടാമത് എന്താണ്? തേനീച്ച കൃഷിക്കും അതുപോലെ പഴങ്ങൾ, പച്ചക്കറി, സുഗന്ധവിളകൾ, ഔഷധ സസ്യങ്ങൾ ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പദ്ധതിയാണ് ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തിനാണ്? സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലും കേരളയും എന്തിനാണ്? പച്ചക്കറിയും വെജിറ്റബിളും മറ്റ് കൃഷികളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ്. ഓക്കെ. ഇനി ചില നൂതന കൃഷി രീതികൾ ഏതൊക്കെയാണ്? മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഏതൊക്കെയാണ്? ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്, കൃത്യാദ കൃഷി, പ്രിസിഷൻ ഫാമിംഗ്, ഫെർട്ടിഗേഷൻ. ഇപ്പോൾ 3 ആധുനിക കൃഷി രീതികളുണ്ട്, അഗ്രികൾച്ചറൽ ടെക്നിക്സ് 3 ഹരിതഗൃഹ കൃഷി എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ്. പച്ച കളറിൽ കണ്ടിട്ടില്ലേ? അതെന്താണ്? അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. ഇപ്പോൾ തണുപ്പ് കൂടുതലുള്ളതിനാൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ ഗ്രീൻ ഹൗസ് പോലെ ചെടികൾക്ക് വേണ്ടി മേൽക്കൂര നിർമ്മിക്കും. അതാണ് ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓക്കെ. ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ആണ്. ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ആണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. അതാണ് സ്ഫടിക മേൽക്കൂര, ഗ്ലാസ് മേൽക്കൂര. കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ എന്താ? പ്രിസിഷൻ ഫാമിംഗ്. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതി. ഓക്കെ. അങ്ങനെ ഓരോ പ്രദേശത്തും അവിടുത്തെ മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും എന്താണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ കൊടുത്ത് വളർത്തിയെടുക്കുന്നതാണ് കൃത്യതാ കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. മൂന്നാമത് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഡ്രിപ്പറിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് ഇങ്ങനെ കൊടുക്കും. കണ്ടിട്ടുണ്ടോ? വലിയൊരു ട്രിപ്പർ, വലിയൊരു ഇങ്ങനെ ഓസ് പോലത്തെ ചെറിയ സാധനം ഇല്ലേ, അതിലെന്ത് ചെയ്യും? ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് വെള്ളം കണികാരൂപത്തിൽ ഇങ്ങനെ വീഴും. വെള്ളവും അതുപോലെ എന്താണ് വളവും ഇങ്ങനെ കൊടുക്കും, ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ഗിവിങ് വാട്ടർ ആൻഡ് മാനുവർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. ഡ്രോപ്പായിട്ട് ഇങ്ങനെ അവിടെ ചെറിയൊരു സ്ഥലം ഉണ്ടാവും, ആ ചെടിയുടെ ചുവട്ടിൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഡ്രോപ്പ് കണിക ഇങ്ങനെ വെള്ളം തുള്ളിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതാണ് ഫെർട്ടിഗേഷൻ. അപ്പോൾ 3 രീതി. ഒന്ന് ഗ്രീൻ ഹൗസ് ഫാമിംഗ്, അവിടെ ഗ്ലാസ് മേൽക്കൂര, ഗ്ലാസ് റൂഫായിരിക്കും. കൃത്യത കൃഷി എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സോയിലും അവിടുത്തെ എന്താണോ അവിടുത്തെ കാര്യങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തുണ്ടാക്കുന്നതാണ് കൃത്യത കൃഷി, പ്രിസിഷൻ ഫാമിംഗ്. 3 ഫെർട്ടിഗേഷൻ, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, കണികയുടെ രൂപത്തിൽ വെള്ളം കൊടുക്കുന്നതാണ് ഫെർട്ടിഗേഷൻ. ഓക്കെ, അത് മനസ്സിലായില്ലേ? അവസാനം ഓർമ്മിക്കേണ്ടത് കർഷക ദിനം എന്നാണ്? ചിങ്ങം 1. ഫാർമേഴ്സ് ഡേ എന്നാണ്? ചിങ്ങം 1. ഫാർമേഴ്സ് ഡേ ചിങ്ങം 1. അപ്പോൾ ടീച്ചർ 3ാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1, യൂണിറ്റ് 2, അടുത്ത് ബാക്കി യൂണിറ്റ് 4 ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യും? പാർട്ട് 1, പാർട്ട് 2 വരുന്നുണ്ട്, നാളെ വരുന്നുണ്ട്. എല്ലാവരും പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18
നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.